കെ.പി. റോഡിൽ കായംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം വനിതകളുടെ വസ്ത്രശേഖരവുമായി ആരംഭിച്ച റീഡ് സിൽക്ക് എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടത്തി സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം. ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളവും എരുവയും കേന്ദ്രമാക്കി കഴിഞ്ഞ 40-ലേറെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വിജയ ചിട്ടി ഫണ്ടിന്റെ പുതിയ സ്ഥാപനം റീഡ് സിൽക്സ് കായംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കായംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപമാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. വനിതകൾക്ക് മാത്രമായുള്ള വിപുലമായ വസ്ത്രശേഖരമാണ് സ്ഥാപനത്തിലുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം. ലിജു നിർവഹിച്ചു. ഞാൻ റീഡ് സിൽക്സിന് എല്ലാ ആശംസകളും നേരുകയാണ്. കായംകുളത്ത് ഇതിന്റെ ഒരു ടാഗ് ലൈൻ തന്നെ ഓരോ നൂലിലും വിരിയുന്ന വിസ്മയം എന്നാണ്. വളരെ മനോഹരമായ ഒരു ടാഗ് ലൈനാണ്. നമ്മുടെ നഗരസഭയുടെ സ്ഥലത്ത് ബിൽഡിംഗിൽ ആരംഭിക്കുന്ന സ്ഥാപനമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലൊരു വ്യവസായ മോഡലാണ്. നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം തുടങ്ങാൻ സർക്കാരിനെ കൊണ്ട് സാധ്യമല്ല. സർക്കാർ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സ്ഥാപനങ്ങൾ വരാനും പറ്റുകയില്ല. കാരണം സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തിന് ഞങ്ങളതിൻ്റെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 80% യഥാർത്ഥത്തിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷനും കൊടുക്കാനുമാണ് ഉപയോഗപ്പെടുന്നത്. അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പണമില്ലാതിരിക്കുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവില്ല. തൊഴിലവസരങ്ങൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും സാധ്യമാവുകയില്ല. അപ്പോൾ സർക്കാരിന് മുമ്പുള്ളൊരു മാർഗം പരമാവധി സ്ഥാപനങ്ങൾ ആരംഭിക്കണം. ആ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് പബ്ലിക് മണിയോടൊപ്പം തന്നെ സ്വകാര്യ സംരംഭകരെയും പരമാവധി പ്രോത്സാഹിപ്പിക്കണം. ഇതാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വിജയകരമായ മാർഗം. അപ്പോൾ നമ്മളെല്ലാം അഭിമാനത്തോടെ പോകുന്ന നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളം. നെടുമ്പാശ്ശേരി വിമാനത്താവളം കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലൂടെ വന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് നാടിന് പുരോഗതി ഉണ്ടാവുകയും ചെയ്യും, നിരവധി പേർക്ക് തൊഴിൽ കിട്ടുകയും ചെയ്യും. അത്തരത്തിലുള്ള മാതൃകയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. ഞാൻ ശ്രീ വിജയൻ ചേട്ടൻ്റെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ, ഈ നാടിൻ്റെ ഈ ഒരു സ്ഥാപനത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു. വളരെ മികച്ച ഉൽപ്പന്നങ്ങൾ റീഡ് സിൽക്സ് ആണ്, പട്ടാണ്. അപ്പോൾ മികച്ച പട്ടുൽപ്പന്നങ്ങൾ എല്ലാവർക്കും വളരെ ഗുണനിലവാരമുള്ള ജനങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന റേറ്റിൽ കൊടുക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാ വിജയാശംസ ഒരിക്കൽ കൂടി നേരുന്നു. നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി അധ്യക്ഷത വഹിച്ചു. വിജയ ഗ്രൂപ്പ് ഡയറക്ടർ ശില്പ പ്രകാശ് സ്വാഗതം പറഞ്ഞു. സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാർ പ്രേംകൃഷ്ണൻ എസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ ഒരു സ്ഥാപനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് പോലും പലപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്നുള്ള രീതിയിലാണ് ഈ സ്ഥാപനം ഈ ഒരു ടെക്സ്റ്റൈൽസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി കൊടുത്തിരിക്കുന്ന ഒരു ഏരിയയിലാണ് ഇവർ ലീസിനെടുത്ത ശേഷമാണ് ഈ ഒരു സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ഇവർ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു മോഡലായിട്ട് തന്നെ നമുക്കൊരു PPP മോഡൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇനിയും ധാരാളം ഇത്തരം സ്ഥാപനങ്ങൾ മുന്നോട്ട് വരട്ടെ. അതോടൊപ്പം തന്നെ ഈ തുടങ്ങിയ പുതിയ സംരംഭത്തിന്, പുതിയ പ്രസ്ഥാനത്തിന് എല്ലാവിധ ആശംസകളും നേരും. കായംകുളം നഗരസഭ മുൻ ചെയർപേഴ്സൺ പി. ശശികല ആദ്യ വിൽപ്പന നിർവഹിച്ചു. യു. മുഹമ്മദ്, മിനി അച്ഛൻകുഞ്ഞ്, എസ്. കേശനാഥ്, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്യൂർ, രാജു അപ്സര, കെ. എച്ച്. ബാബുജാൻ, പാലമുറ്റത്ത് വിജയകുമാർ, തമ്പി മേട്ടതറ, ബി. അബിൻ ഷാ, പ്രദീപ് ലാൽ, കെ. പുഷ്പദാസ്, എ. ഷാജഹാൻ, എസ്. മോഹനൻ പിള്ള, കെ. ഡി. ഗോപാലകൃഷ്ണൻ, ഷിബു ഏവിയസ്, എ. എം. ഷെരീഫ് എന്നിവർ സംസാരിച്ചു. വിജയ ഗ്രൂപ്പ് ഡയറക്ടർ ശരത് വിജയൻ നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.